ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 1-ൽ 3ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള ആദ്യത്തെ 2 ചാപ്റ്ററും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലാസ് കാണാത്തവർ പോയി കാണണേ. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. 3ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് പൂവിൽ നിന്ന് പൂവിലേക്ക്. ഈ ഒരു ചാപ്റ്റർ നമ്മുടെ PSC എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന എല്ലാ പോയിന്റ്സും വിട്ടുകളയാതെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണേ. ബയോളജിയിലെ സസ്യശാസ്ത്രം അല്ലെങ്കിൽ ബോട്ടണിയിൽ വരുന്ന ഭാഗമാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ചുറ്റും ഒരുപാട് വ്യത്യസ്ത തരം പൂക്കളെ നമുക്ക് കാണാൻ പറ്റൂലേ. ഓരോന്നും തമ്മിലുള്ള നിറത്തിലും മണത്തിലും അതുപോലെ ആകൃതിയിലും വലിപ്പത്തിലും പിന്നെന്താണ് ഇതളുകളുടെ എണ്ണത്തിൽ വരെ വ്യത്യാസം ഉണ്ടാവൂലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പൂക്കളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഹെഡിങ് നോക്കാം, ഒരു പൂക്കാഴ്ച. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം നടത്തുന്നത് പൂക്കളാണ്. ഇവിടെ ഒരു പൂവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പൂവും പിന്നെ അതിന്റെ ഹാഫ് പോർഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഏറ്റവും മുകളിലായിട്ട് കേസരപുടം, പിന്നെന്താണ് ദളം, പിന്നെ ജനിപുടം, പിന്നെ വിദളം, പുഷ്പാസനം, പൂനെട്ട്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പൂവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേസരപുടം, ദളം, ജനിപുടം, വിദളം, പുഷ്പാസനം, പൂനെട്ട്. അപ്പോൾ ഒരു പൂവെടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ട് നോക്കിയിട്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഹാഫ് പോർഷന്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പൂവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേസരപുടം, ദളം, ജനിപുടം, വിദളം, പുഷ്പാസനം, പൂനെട്ട്. പൂവിന്റെ ഈ ഓരോ ഭാഗങ്ങളും പ്രത്യുൽപാദന പ്രക്രിയയിൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് വഹിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പൂവിന്റെ ഓരോ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്, കുറച്ച് ധർമ്മങ്ങളും ഇനോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ ധർമ്മങ്ങളാണ് വഹിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. ഈ ഒരു ധർമ്മം പൂവിലുള്ള ഏത് ഭാഗമാണ് നിർവഹിക്കുന്നത്? പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് ആണ് അല്ലേ. ഇതാണ് പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ്. ഇനി അടുത്ത ധർമ്മമാണ് പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. ഈ ഒരു ധർമ്മം നിർവഹിക്കുന്നത് ഏത് ഭാഗമാണ്? ദളമാണ് അല്ലേ. കൊറോള അല്ലെങ്കിൽ ദളം, പൂവിന്റെ ദളം അല്ലെങ്കിൽ ഇതള് എന്നൊക്കെ പറയും. അതാണ് എന്ത്? കൊറോള. പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നത് ദളമാണ്. അടുത്തത് പൂവിലെ ആൺലിംഗാവയവം. ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യാണ്. പരാഗിയും തന്തുകവും ചേർന്നതാണെന്ത്? ആ കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം. പൂവിലെ ആൺലിംഗാവയവമാണ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടം. ഇനി 4ാമതായിട്ട് കൊടുത്തിട്ടുള്ള ഏതാണ്? പൂവിലെ പെൺലിംഗാവയവം. പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് പൂവിലെ പെൺലിംഗാവയവം. ഇതിൽ ആരോമാർക്ക് ചെയ്തിട്ടുണ്ട് ജനിപുടം. ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യാണ് കേട്ടോ. പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് എന്ത്? ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം. ഇവിടെക്കാണ് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നിട്ടുള്ളതാണ് ജനിപുടം. ഇനി അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു. ഈ ഒരു ധർമ്മം ഏത് ഭാഗമാണ് നിർവഹിക്കുന്നത്? പൂനെട്ടാണ് അല്ലെ. പൂനെട്ട് അല്ലെങ്കിൽ പെഡിസലാണ് പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ഭാഗം. ഇനി ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. എന്തൊക്കെയാണ്? മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ഈ 2 ധർമ്മങ്ങളും നിർവഹിക്കുന്ന ഏതാണ്? വിദളമാണ് അല്ലേ. വിദളം അല്ലെങ്കിൽ കാലിക്സ് ആണ് ഈ ഒരു ധർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളും അതിന്റെ ധർമ്മങ്ങളും ഒന്നും കൂടി നോക്കാം. പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ആരാണ്? പുഷ്പാസനാണ് അല്ലെ. പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് ആണ്. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് എന്താണ്? ഏത് ഭാഗമാണ്? ദളമാണ് അല്ലെ. പൂവിന്റെ ദളം അല്ലെങ്കിൽ എന്താണ്? കൊറോളയാണ്. പൂവിലെ ആൺലിംഗാവയവം അല്ലെങ്കിൽ പരാഗിയും തന്തുകവും ചേർന്നത് എന്താണ്? കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യാണ് അല്ലേ.
പിന്നെ എന്താണ് പൂവിലെ പെൺലിംഗാവയവം, അതായത് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നത് ഏതാണ്? ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യമാണ്. പിന്നെ എന്താ പറഞ്ഞത്? പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? ഏത് ഭാഗമാണ്? പൂനെട്ടാണ് അല്ലേ? പൂവിനെ പെഡിസൽ, പൂനെട്ട് അല്ലെങ്കിൽ പെഡിസലാണെന്ത്? പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. പിന്നെ ഏത് ഭാഗത്തെ പറ്റിയാ പറഞ്ഞത്? മൊട്ട ആയിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. അതാരാണ് ചെയ്യുന്നത്? വിതളമാണ് അല്ലേ? വിതളം അല്ലെങ്കിൽ കാലിക്സ് ആണ് ഈ ഒരു ധർമ്മം നിർവഹിക്കുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകട്ടോ. നമുക്ക് കുറഞ്ഞ ടൈമേ ഉള്ളൂ ഇനി എക്സാമിന്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു SCERT ഈ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ നോട്ട് ചെയ്യാം. പിന്നെ എന്താ, എക്സാമിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത് നോക്കി ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അടുത്തതായിട്ടൊരു ബോക്സിൽ പൂക്കൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? മാമ്പൂ, കുലയും മാങ്ങനെയൊക്കെ ചിത്രപടം കൊടുത്തിട്ടുണ്ട്. പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത് എന്നും ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നത് എന്നും അറിയാമല്ലോ. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നതും ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നതും അതുപോലെ ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. ഇനി ജനിപുടവും പിന്നെ അതുപോലെ കേസരപുടവും 2 ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം എന്താണെന്ന് നോക്കാം. ജനിപുടത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാണ് ജനിപുടത്തിൽ പ്രധാനമായിട്ടും കാണാനുള്ളത്? പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂള്. ഈ 4 പാർട്സ് ആണ് അല്ലേ പ്രധാനമായിട്ടും ജനിപുടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂള്. അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിലുള്ള ഒവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ജനിപുടത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂള്. ഇനി അടുത്തതായിട്ട് കേസരപുടം കൊടുത്തിട്ടുണ്ട്. കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം. കേസരപുടം എന്താണ്? 2 ഭാഗങ്ങളാണ് കേസരപുടത്തിനുള്ളത്. പരാഗി അല്ലെങ്കിൽ ആന്തർ, അതുപോലെ തന്തുകം അല്ലെങ്കിൽ ഫിലമെന്റ്. ഈ പരാഗി, തന്തുകം ഈ 2 ഭാഗങ്ങളാണ് കേസരപുടത്തിനുള്ളത്. കേസരപുടം എന്താണ്? പൂവിലെ ആൺലിംഗ അവയവമാണ് അല്ലേ കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം. ഈ ആൻഡ്രീഷ്യത്തിൽ എന്താണ്? പരാഗി, തന്തുകം എന്ന് പറഞ്ഞിട്ടുള്ള 2 ഭാഗങ്ങളാണ് ഈ കേസരപുടത്തിലുള്ളത്. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പൂംബീജം കാണപ്പെടുന്നത്. കേസരപുടത്തിലുള്ള പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പൂംബീജം കാണപ്പെടുന്നത്. ചില ചെടികളിൽ ഇത് 2 പാർട്സും ഉണ്ടാവും കേട്ടോ. ജനിപുടം ഉണ്ടാവും, കേസരപുടം ഉണ്ടാവും. എന്നാൽ ചില ചെടികൾ എന്താണ്? ജനിപുടം അല്ലെങ്കിൽ പെൺലിംഗാവയവം മാത്രമുള്ള ചെടികളും ഉണ്ടാവും. ചില ചെടികൾ കേസരപുടം മാത്രമുള്ള ചെടികളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ജനിപുടത്തിലുള്ള പ്രധാന ഭാഗങ്ങളാണ് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂള്. അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഇനി കേസരപുടത്തിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് പരാഗിയും തന്തുകവും. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പൂംബീജം കാണപ്പെടുന്നത്. ഇനി ഇവിടെ കുറച്ച് പൂക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത പൂക്കളുടെ ചിത്രമാണ്. ഇതിൽ ഓരോ പൂക്കളിലെയും കേസരപുടവും ജനിപുടവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് അരളിപ്പൂവാണ്. അരളിപ്പൂവിൽ കേസരിപുടവും ജനിപുടവും ഒരു പൂവ് തന്നെയാണല്ലേ കാണുന്നത്. ഇനി മത്തൻ്റെ 2 പൂക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പൂവിൽ എന്താണ്? കേസരപുടം കാണാൻ കഴിയും, മറ്റൊരു പൂവിൽ ജനിപുടവും. പിന്നെ പാവലിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ഒന്നിൽ കേസരപുടം, പിന്നെ ഒരു പാവലിൻ്റെ ചിത്രത്തിൽ എന്താണ്? ജനിപുടം ആണുള്ളത്. പിന്നെ ശംഖുപുഷ്പം, ശംഖുപുഷ്പത്തിൽ ഒരേ ഫ്ലവറിൽ തന്നെയാണ് എന്ത്? ജനിപുടവും അതുപോലെ കേസരപുടവും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ്സിലും കേസരപുടവും ജനിപുടവും ഒക്കെ വ്യത്യസ്ത രീതിയിലാണല്ലേ കൊടുത്തിട്ടുള്ളത്. അതായത് ചില പ്ലാന്റ്സിൽ എന്താണ്? കേസരപുടവും ജനിപുടവും ഒരേ ഫ്ലവറിൽ തന്നെയാണ്. എന്നാൽ ഒരേ പ്ലാന്റ്സിലെ 2 ഫ്ലവറിലായിട്ടാണ് പിന്നെ കേസരപുടവും ജനിപുടവും കൊടുത്തിട്ടുള്ളത് ചില പ്ലാന്റ്സിൽ. അപ്പോൾ ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുകയാണെങ്കിൽ ആ പൂക്കൾ എന്താണ് പറയുക? ദ്വിലിംഗ പുഷ്പം അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്.
ദ്വിലിംഗ പുഷ്പം അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഇനി ഒരു പ്ലാന്റ്സിന്റെ 2 പൂക്കളിലായിട്ടാണ് കേസരപുടവും ജനിപുടവും ഉള്ളെങ്കിൽ എന്താണ് ആ ഒരു പൂക്കൾ എന്താണ് പറയുക? ഏകലിംഗ പുഷ്പം അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. ഏകലിംഗ പുഷ്പം അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ദ്വിലിംഗ പുഷ്പത്തിൻ്റെയും ഏകലിംഗ പുഷ്പത്തിൻ്റെയും എക്സാമ്പിൾ എഴുതാനാണ്. മുകളിൽ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മുകളിൽ തന്നിട്ടുള്ളവയിൽ അരളിയും ശംഖുപുഷ്പവും ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണമാണ്. പിന്നെ ഏതൊക്കെ പറയാം നമുക്ക്? ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ മാങ്ങ, വൈതനങ്ങ, ഇതൊക്കെ എന്താണ് ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണമാണ്. ഫ്ലവേഴ്സ് ആണ് പറയുന്നത്, ഏതൊക്കെ ഉണ്ടാവും? റോസ്, അതുപോലെ ചെമ്പരുത്തി, ലില്ലി, ഇതൊക്കെ നമ്മുടെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതിനാണ്. ഇനി എന്താണ്? പാവല്, മത്തങ്ങയൊക്കെ ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണമാണ്. വേറെ ഏതൊക്കെ നമുക്ക് പറയാം? പപ്പായ, അതുപോലെ മരച്ചീനി, പിന്നെന്താണ്? പടവലം പറയാം. പിന്നെ വേറെ ഏതൊക്കെയാണ്? കുക്കുംബർ, വാട്ടർമെലൺ, പിന്നെ തെങ്ങിൻ പൂക്കുലകൾ, ഇതൊക്കെ എന്താണ് ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന കേട്ടോ. അടുത്തൊരു ഹെഡിങ് ആണ് ആൺപൂവും പെൺപൂവും. കേസർപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളുമുണ്ട്. അടുത്തൊരു ഹെഡിങ് ആണ് വിത്തായി മാറാൻ. പൂക്കളിൽ എങ്ങനെയാണ് വിത്തുണ്ടാവുന്നത്? ഇതിന് ചില പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. പരാഗരേണുക്കളിൽ നിന്ന് പൂമ്പീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരണം. പൂമ്പീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. ബീജസങ്കലന ശേഷമാണ് ചെടിയിൽ ഫലമുണ്ടാവുന്നത്. പരാഗരേണുവിലാണ് പൂമ്പീജം ഉള്ളത്. അണ്ഡം കവണപ്പെടുന്നത് അണ്ഡാശയത്തിനാണ്. ബീജസങ്കലനം നടക്കുന്നത് എവിടെ വെച്ചാണ്? അണ്ഡാശയത്തിൽ വെച്ചിട്ടാണ് അല്ലേ. ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തേക്ക് എത്തണം. ഇവിടെ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തണം. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തതാണ് ആൺമരവും പെൺമരവും. കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവുമുണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണുന്നത്. ഇപ്പോൾ കുടപ്പനയുടെയും ജാതിയുടെയൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കളും അതുപോലെ പെൺമരത്തിൽ പെൺപൂക്കളും മാത്രമാണ് കാണുന്നത്. അടുത്തത് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് പരാഗണം. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അല്ലെങ്കിൽ പോളിനേഷൻ ഏജന്റ്. ഏതൊക്കെയാണ് പോളിനേറ്റിംഗ് ഏജന്റ്സ്? തേനീച്ച, അതുപോലെ ചിത്രശലഭം, പിന്നെ കിളികൾ വഴി പരാഗണം നടക്കാം. ഇങ്ങനെ പരാഗണത്തിന് കാരണമാകുന്ന ജീവികളെയാണ് പോളിനേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്താണ് ദുർഗന്ധമുള്ള പൂക്കളും. ചേനപ്പൂവിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ? നമുക്കത് ദുർഗന്ധമാണ്. ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ്. ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം. അപ്പോൾ ചേനയിലും അതുപോലെ ചേമ്പിലുമൊക്കെ ചേമ്പിൻ്റെ പൂക്കളിലൊക്കെ ഉള്ള ദുർഗന്ധം എന്താണ്? ദുർഗന്ധം കാരണമാണ് ഈച്ചകൾ ഈ ഒരു ചെടിയിൽ ആകർഷിക്കുകയും അതുപോലെ തന്നെ പരാഗണം നടക്കുകയും ചെയ്യുന്നത്. അടുത്തതായിട്ട് അരിപ്പൂവ്, അതുപോലെ വെള്ളില, ബോഗൻവില്ല, ഇവയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ ചില സവിശേഷതകളുണ്ട്. ഇത് നമുക്ക് അരിപ്പൂവ് നോക്കാം. അരിപ്പൂവ് എന്താണ്? ചെറിയ ചെറിയ പൂക്കൾ ഒരുപാടുണ്ടാവില്ലേ, ഒരു കുലകുലയായിട്ടുണ്ടാവുന്ന ഒരു പൂവാണ് അരിപ്പൂവ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്താണ് പരാഗകാരികൾക്ക് എന്താണ് പെട്ടെന്നൊരു വലിയ ഫ്ലവർ ആയിട്ടാണ് ഈ ഒരു അരിപ്പൂവ് നമുക്ക് അവർക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ പോളിനേഷൻ നടക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ വെള്ളിലയിൽ എന്താണ് ഈ വെള്ള നിറത്തിൽ കാണുന്നത് ശരിക്കും എന്താണ് അതൊരു പൂവല്ല അല്ലേ, അതൊരു ഇല തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആ ബ്രൈറ്റ്നെസ് കൊണ്ട് എന്താണ് പരാഗകാരികളെ ആ ഒരു ചെടിയിലേക്ക് ആകർഷിക്കാൻ. അതുപോലെ തന്നെയാണ് ബോഗൻവില്ല ചെടിയും. അതിൻ്റെ നടുക്കായിട്ട് കാണുന്ന ചെറിയൊരു പാർട്ട് മാത്രമാണ് അതിൽ പൂവ് വരുന്നത്, ബാക്കിയുള്ള എല്ലാ പാർട്ടും ലീവ്സ് ആണ്. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ലീവ്സിൻ്റെ ബ്രൈറ്റ് കളർ കൊണ്ട് തന്നെ എന്താണ് പരാഗകാരികൾ അതിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ചില പൂക്കൾ പരാഗകാരികളെ ആകർഷിക്കുന്നത് മണം കൊണ്ടാവും, ചിലത് നിറം കൊണ്ടാവാം, ചില പൂക്കളിലൊക്കെ തേൻ അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പൂക്കളിലൊക്കെ പരാഗകാരിയായിട്ട് വരുന്നത് തേനീച്ചയായിരിക്കും. അങ്ങനെ ഓരോ പൂക്കളും പരാഗകാരികളെ ആകർഷിക്കുന്നത് വ്യത്യസ്ത സവിശേഷതകൾ കൊണ്ടാണ്. അടുത്തൊരു ഹെഡിങ് ആണ് കാറ്റിലൊഴുകി. നെൽച്ചെടിയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ? പൂത്തു നിൽക്കുന്ന നെൽച്ചെടികൾ കാറ്റിലാടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ?
നെൽച്ചെടിയുടെ പൂവിനെ പൂമ്പടി എങ്ങനെയായിരിക്കും പരാഗണ സ്ഥലത്ത് എത്തുന്നത്? ഇത്തരം പൂക്കളുടെ ചില സവിശേഷതകൾ നോക്കൂ. എന്തൊക്കെയാണ് നെൽച്ചെടി പോലുള്ള പൂക്കളുടെ സവിശേഷതകൾ? ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. അതുപോലെ പരാഗരേണുക്കൾ ഭാരം കുറഞ്ഞവയായിരിക്കും. കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റുവഴിയാണ്. കുരുമുളക് ചെടിയിൽ ജലമാണ് അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് പരാഗണകാരി. അപ്പോൾ ജീവികളെ കൂടാതെ കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റുവഴിയാണ്. അപ്പം നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റുവഴിയാണ്. കുരുമുളക് ചെടിയിൽ ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് പരാഗണകാരി. ഇനി ഇവിടെ കുറച്ച് പൂക്കളുടെ സവിശേഷതകളും കൊടുത്തിട്ടുണ്ട്, കുറച്ച് പരാഗകാരികളെയും കൊടുത്തിട്ടുണ്ട്. ഇതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരം കുറഞ്ഞ പരാഗരേണുക്കൾ അടങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സിന് ഏതായിരിക്കും പരാഗകാരിയായിട്ട് വരുന്നത്? കാറ്റാണ് അല്ലേ? നമ്മൾ പറഞ്ഞു നേരെ നെൽച്ചെടിൻ്റെ ഒക്കെ കാര്യം. അവിടെ കാറ്റാണ് പരാഗകാരിയായിട്ട് വരുന്നത്. ഇനി വർണ്ണഭംഗിയുള്ള പൂക്കളിൽ തേനീച്ചയായിരിക്കും അല്ലേ? അതുപോലെ രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിലോ നിശാശലഭമായിരിക്കും പരാഗകാരിയായിട്ട് വരുന്നത്. അതുപോലെ ഈർപ്പത്തിലൂടെയുള്ള പരാഗണം നടക്കുന്നത് ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയായിരിക്കും പരാഗകാരി. അടുത്തത് പരാഗണം ഏതെല്ലാം തരത്തിൽ നടക്കാം എന്നുള്ളതാണ്. ഒരു ചെമ്പരത്തി ചെടിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത? എന്താണ് ഈ ഒരു ചെടിയിൽ എന്താണ് ഒരു പൂവിൽ തന്നെ കേസരപുടവും അതുപോലെ ജനിപുടവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കേസരപുടത്തിൽ നിന്നും ജനിപുടത്തിലെ അണ്ഡാശയത്തിലേക്ക് എന്താണ് പൂമ്പീജം പ്രവേശിക്കുകയാണ്. അന്നപ്പോൾ ഒരേ പൂവിൽ തന്നെയാണ് പരാഗണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സ്വപരാഗണം എന്നാണ് ഇതിനെ പറയുന്നത്. എന്നാൽ സ്വപരാഗണം മറ്റൊരു രീതിയിൽ നടക്കാം. ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്കാണ് പരാഗണം നടക്കുന്നതെങ്കിൽ അതിനെയും സ്വപരാഗണം എന്നാണ് പറയുന്നത്. എന്താണ് ഇനി പരപരാഗണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്നും മറ്റൊരു ചെടിയിലേക്കുള്ള പരാഗണമാണ് പരപരാഗണം എന്ന് പറയുന്നത്. അതായത് ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്നുള്ള പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കുകയാണ്. ഇതിനെയാണ് പരപരാഗണം എന്ന് പറയുന്നത്. അടുത്തൊരു ഹെഡിങ് ആണ് കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതാണ് കൃത്രിമ പരാഗണം. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു. അപ്പം എന്താണ് കൃത്രിമ പരാഗണം? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതിനെയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അടുത്തത് ഒരു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാമ്പൂവിൻ്റെയും തക്കാളിപ്പൂവിൻ്റെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൂവ് പഴമായിട്ട് മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നാണ്. മാമ്പൂവ് എന്താണ് മാമ്പഴമായിട്ട് മാറുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്? മാമ്പൂവ് ആകുമ്പോൾ അത് അണ്ഡാശയവും ഒവ്യൂളാണ് അതിൽ കാണപ്പെടുന്നത്. ഇനി മാമ്പഴമാകുമ്പോൾ അതൊരു ഫലമായിട്ട് മാറുകയാണ് അല്ലേ? പിന്നെ അതിനുള്ളിലൊരു വിത്തും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് തക്കാളിപ്പൂവും അണ്ഡാശയവും ഒവ്യൂളാണ് പൂവാകുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ അതൊരു ഫലമായിട്ട് മാറുമ്പോൾ തക്കാളിയുടെ ഫലം അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വിത്തുകളാണ് ഫലമായിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്നത്. ഇവയിലൊക്കെ എന്താണ് ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാവുന്നത്. ഇത്തരം ഫലങ്ങളാണ് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത്തരം ഫലങ്ങൾ എന്താണ് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയും. അടുത്തത് ഒരു പൂവ് ഒന്നിലധികം ഫലം. ഇവിടെ ചെമ്പകപ്പൂവിൻ്റെയും ചെമ്പക ജനിപുടത്തിൻ്റെയും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങൾ എന്താണ് പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ എന്നിവ പുഞ്ചഫലങ്ങളാണ്. ഇവയുടെയൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങളെ നമുക്ക് ലഘുഫലങ്ങൾ എന്ന് വിളിക്കാം. എന്നാൽ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങളെ പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിൾ സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ എന്നിവയൊക്കെ പുഞ്ചഫലങ്ങളാണ് കേട്ടോ.
ഇത് ചക്കപ്പഴത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്ലാവിൻ്റെ ഒരു പൂങ്കുലയിൽ 100 കണക്കിന് പൂക്കളുണ്ട്. ഈ പൂങ്കുലയിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ചക്കച്ചുള. വിത്ത്, ചക്കക്കുരുവും ബീജസങ്കലനവും നടന്ന് ഫലമായി മാറാത്ത പൂക്കളോ അതെന്തായിട്ട് മാറുന്നു? അവ ചവിണിയായിട്ട് മാറുന്നു. ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുന്നു. ഇത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സംയുക്ത ഫലങ്ങൾ എന്താണ് ഒന്നുകൂടി നോക്കാം നമുക്ക്. ഒരു പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാവുന്ന ഓരോ ഫലമാണെന്ത്? ഓരോ ചക്കച്ചുളയായിട്ട് മാറുന്നത്. ഈ വിത്ത്, ചക്കക്കുരുവും ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത അവസ്ഥയിലാണെന്ത്? അത് ചവിണിയായിട്ട് മാറുന്നത്. ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുന്നു. ഇത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ കൈതച്ചക്ക എന്താണ്? ഒരു സംയുക്ത ഫലമാണ്. അടുത്ത ഹെഡിങ് ആണ് വേഷം മാറിയവർ. ബീജസങ്കലന ശേഷം അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാവുന്നത് എന്ന് കണ്ടല്ലോ. താഴെ കൊടുത്ത ചിത്രങ്ങൾ പരിശോധിക്കൂ. ഇവിടെ കശുമാവിൻ പൂക്കളുടെയും കശുവണ്ടിയുടെയും കശുമാങ്ങൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏത് ഭാഗം വളർന്നാണ് കശുമാങ്ങ ഉണ്ടായത്? ചില സസ്യങ്ങളിൽ പൂനെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ ആവുന്നു. ഇവയാണ് കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എന്താണ് കപടഫലങ്ങൾ? ചില സസ്യങ്ങളിൽ പൂനെട്ടും പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ ആവുന്നു. ഇവയൊക്കെയാണ് കപടഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കശുവണ്ടി എന്താണ്? ഒരു കപടഫലത്തിന് ഉദാഹരണമാണ് കേട്ടോ. കശുവണ്ടി കൂടാതെ ആപ്പിള്, സബർജലി ഇതൊക്കെ എന്താണ്? കപടഫലത്തിന് ഉദാഹരണം തന്നെയാണ്. ഇനി ഒരു ആപ്പിളിൻ്റെ ചേതോ അതുപോലെ സബർജലിൻ്റെ ചേതോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് വിത്തിന് ചുറ്റും ഒരു ഓവൽ ഷേപ്പ് കാണാൻ പറ്റുന്നില്ലേ? ആ ഒരു ഓവൽ ഷേപ്പിലുള്ളതാണ് ഫലം എന്ന് പറയുന്നത്. പിന്നെന്താണ്? അതിന് ചുറ്റുമുള്ള ഫ്ലഷി പാർട്ടില്ലേ, അതായത് നമ്മൾ കഴിക്കുന്ന പാർട്ട്, അതാണ് പുഷ്പാസനം വളർന്നുണ്ടായിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? വിത്തുണ്ട് അല്ലേ? വിത്തിന് ചുറ്റുമുള്ളതാണ് എന്ത്? ഓവൽ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് ശരിക്കുള്ള ഫലം എന്ന് പറയുന്നത്. പിന്നെ അതിന് ചുറ്റുമുള്ള ബാക്കി ഭാഗം എന്താണ്? പുഷ്പാസനം വളർന്നുണ്ടായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആപ്പിൾ, അതുപോലെ സബർജൽ, കശുവണ്ടി എന്നിവയൊക്കെ എന്താണ്? കപടഫലത്തിന് ഉദാഹരണങ്ങളാണ്. പൂവും പഴവും. ഇവിടെ 3 ഫലങ്ങളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് സ്ട്രോബെറി ഫലം, രണ്ടാമത്തേത് മുളക്, പിന്നെ അതുപോലെ തന്നെ അടയ്ക്കാക്കുല. ഇവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പ്രസ്താവനകളൊന്ന് നോക്കാം. പൂക്കൾ കുലകളായി കാണുന്നു. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം. പൂക്കൾ ഓരോന്നായി കാണുന്നു. അപ്പോൾ ഏതിലായിരിക്കും പൂക്കൾ കുലകളായിട്ട് കാണുന്നത്? അടയ്ക്കാകുല ആയിരിക്കും അല്ലേ? പിന്നെന്താണ്? ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം ഏതിലായിരിക്കും? അത് മുളക് ചെടിയിലായിരിക്കും. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം വരുന്നത് ഒരു മുളക് ചെടിയിലായിരിക്കും. പൂക്കൾ ഓരോന്നായി കാണുന്നത് ഏതാ? സ്ട്രോബെറി ഫലത്തിലായിരിക്കും അല്ലേ? പൂക്കൾ ഓരോന്നായിട്ട് കാണുന്നത് സ്ട്രോബെറി ഫലത്തിലും ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്? പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളും അതിൻ്റെ ഓരോന്നിൻ്റെ ധർമ്മങ്ങളും നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ പൂക്കളെ ഏകലിംഗ പുഷ്പമെന്നും ദ്വിലിംഗ പുഷ്പം എന്നൊക്കെ തരംതിരിച്ചു. അതിനെന്താണ് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കി. അതുപോലെ പിന്നെ പരാഗണം എന്തെന്ന് പഠിച്ചു. അതുപോലെ സ്വപരാഗണം, പരപരാഗണം എന്നീ ആശയങ്ങളൊക്കെ പഠിച്ചു അല്ലേ? പിന്നെ പരാഗണകാരികളും പൂവിൻ്റെ സവിശേഷതകളും തമ്മിലുള്ള ബന്ധമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ എന്താണ്? ഫലങ്ങളെ ലഘുഫലം എന്നും അതുപോലെ പുഞ്ചഫലം, സംയുക്തഫലം എന്നിങ്ങനെയൊക്കെ നമ്മൾ തരംതിരിച്ചു. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.